ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 7 മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണാ ഇവ. അല്ലയോ ധനഞ്ജയ, എന്നേക്കാൾ ശ്രേഷ്ഠതരമായി മറ്റൊന്നും തന്നെയില്ല. ഇതെല്ലാം നൂലിൽ മുത്തുകളെന്ന പോലെ എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പരാപ്രകൃതിയെയും അപരാപ്രകൃതിയെയും നമ്മൾ ചിന്തിച്ചു. പരാപ്രകൃതി അഥവാ ജീവചൈതന്യം, ആ ജീവചൈതന്യമാണ് ഈ ജഡമായിരിക്കുന്ന 8 പ്രകാരത്തിൽ ഭിന്നയായിരിക്കുന്ന അപരാപ്രകൃതിയുടെ മുഴുവൻ ചൈതന്യവത്താക്കുന്നത് എന്ന് കണ്ടു. അങ്ങനെ മനസ്സിലാക്കിയ നമ്മളോട് പറയുകയാണ്, ഈ ജഗത്ത് എന്ന് പറയുമ്പോൾ പ്രപഞ്ചമല്ല, ചലനാത്മകമായ മുഴുവൻ, അതിനെ മുഴുവൻ അതിലുണ്ടാവുന്ന സർവ വിഷയ വികാര വിചാരങ്ങളൊക്കെ ഉദയം ചെയ്യുന്നതും അതിൽ നിലനിൽക്കുന്നതും ലയിക്കുന്നതും ഈ ചൈതന്യത്തിലാണ്. അപ്പം ജഡം വാസ്തവത്തിൽ ചൈതന്യം തന്നെ ആണ് എങ്കിലും, അതായത് ജഡം എന്ന് പറയാൻ കാരണം അവിടെ പരാപ്രകൃതിയും പ്രകൃതിയുടെ ഭാഗമാണ്, ജഡമാണ്. ആ ജഡം വാസ്തവത്തിൽ ചൈതന്യം തന്നെയാണ്, പരമാത്മ ചൈതന്യത്തിൻ്റെ സ്ഫുരണം തന്നെയാണ്. പക്ഷേ ആ ചൈതന്യത്തിൽ ആ ജഡത്തിൽ അഭിമാനിക്കുന്ന ചൈതന്യം, കാരണം താനൊരു ജഡമാണ് എന്ന് അഭിമാനിക്കുന്ന ചൈതന്യം, ജീവൻ, അതിനെയാണ് ജീവൻ എന്ന് പറയുക. ആ ജീവൻ സ്വന്തം മഹിമ പരമാത്മാവിൻ്റെ മഹിമയാണെന്ന് മറന്ന് ദുഃഖിയായി തീരുന്നു. ഈ ജീവൻ്റെ സംസാര ദുഃഖം എന്ത് ചെയ്യുന്നു? അതിൻ്റെ സ്വരൂപത്തെ അറിയാത്തത് കൊണ്ട് വന്നു ചേർന്ന വിഭ്രാന്തിയാണ്. അത് സത്യമല്ല. അങ്ങനെ ശുദ്ധ ചൈതന്യമാണ് താനെന്നറിയുമ്പോൾ ജീവൻ ജഡപ്രകൃതിയിൽ നിന്ന് വിമുക്തനാകുന്നു. അതാണ് മുക്തി, അതാണ് മോക്ഷം. അപ്പോൾ വാസ്തവത്തിൽ പരാപ്രകൃതിയും അപരാപ്രകൃതിയും ജഡങ്ങളാണ്. ഇവിടെ പരാപ്രകൃതിയെയാണ് ജീവചൈതന്യം എന്ന് പറഞ്ഞത്. ആ ജീവചൈതന്യത്തിനും ഉപരി ഒരു ശുദ്ധ ചൈതന്യത്തെ, ആ പരമാത്മാവിനെ, പരമേശ്വരനെ പറയപ്പെട്ടു. അങ്ങനെയുള്ള ആ പരമേശ്വരനെ അറിയാത്ത കാലത്തോളം ഈ ജീവനാണ്, ജീവൻ്റെ ഭാവങ്ങളെ നമ്മൾ നമ്മുടെ മനസ്സിലേറ്റി അതാണ് ജീവൻ്റെ ഗതിയായിട്ട് കണക്കാക്കി കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നു. അങ്ങനെ അനുഭവിക്കാൻ വേണ്ടി ആ ജീവൻ ഈ ശരീരത്തെ, ജഡമായ ശരീരത്തെ വെടിഞ്ഞ് വീണ്ടും ശരീരത്തെ സ്വീകരിക്കേണ്ടി വരുന്നു. ഇതാണ് സംസാരം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ ശ്ലോകത്തിൽ പറയപ്പെടുന്നത്, ആ പരമേശ്വരനിൽ നിന്ന് അന്യമായി ഈ 2 പ്രകൃതികളും ഇല്ല. സകല ജഗത്തിൻ്റെയും ഉത്ഭവവും വിലയവും ആ സത്യസ്വരൂപനിലാണ്, പരമേശ്വരനിലാണ്. അപ്പോൾ പരമാത്മാവിൽ നിന്ന് അന്യമായി ഇവിടെ ഒന്നും തന്നെയില്ല. എങ്ങനെയാണോ നൂൽച്ചരടിൽ കോർക്കപ്പെട്ട മുത്തുകൾ എന്ന കണക്കെ സമസ്ത പ്രപഞ്ചവും ആ പരമാത്മാവിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നൂൽച്ചരടിൽ കോർക്കപ്പെട്ട മുത്തുകൾ എന്നുള്ള ദൃഷ്ടാന്തം നോക്കുമ്പോൾ നമ്മളൊരു മാല കണ്ടു, രുദ്രാക്ഷമാല. അതിൽ 108 മുത്തുകളുണ്ട്. അതിന് 108-ന് ഉപരി ഒരു സാക്ഷിയായിട്ടൊരു മുത്തുണ്ട്. അപ്പം ഈ 108 മുത്തുകൾ എന്ന് പറയുന്ന ഈ സർവ ചരാചര പ്രപഞ്ചത്തെയും ചേർത്ത് കോർത്ത് ഒരു സംഘാതമായി നിലനിർത്തുന്ന ഘടകം നൂലാണ്. ആ നൂലിന് സാക്ഷിയായി നിൽക്കുന്ന ഒരു ശുദ്ധ ചൈതന്യം, ഒരു പരമാത്മാ, ഒരു സത്യസ്വരൂപൻ, ഈശ്വരൻ, അത് ഏകമാണ് എന്ന് അറിയണം. സാക്ഷി എന്ന് പറയുമ്പോൾ സാക്ഷാദീക്ഷതേ ഇതി സാക്ഷി, 2 പക്ഷത്തും ചേരാതെ, അതായത് പരാപ്രകൃതിയോടോ അപരാപ്രകൃതിയോടോ ചേരാതെ കേവല സാന്നിധ്യം മാത്രം കൊണ്ട് ഇതിനെല്ലാം സൃഷ്ടിക്കുന്ന, എപ്രകാരമാണോ
സൂര്യൻ നമുക്ക് ചൂടും വെളിച്ചവും തരുന്നു എന്ന് പറയുമ്പോൾ സൂര്യനിൽ ചൂടും വെളിച്ചവും തരുക എന്നുള്ള കർത്തൃത്വമില്ല, മറിച്ച് അത് സ്വാഭാവികമായ പ്രക്രിയയാണ്. ഇതുപോലെ ആ സാക്ഷിയുടെ സാക്ഷിത്വത്തിൽ ഈ സർവപ്രപഞ്ചവും നൂലിൽ മുത്തുകളെന്ന പോലെ ആ നൂലിൽ കടന്ന് തിരിയാനേ അതിന് പറ്റും. അതായത് സ്വതന്ത്രമായിട്ട് ഈ ശരീരങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. എല്ലാം പരമേശ്വര നിയോഗത്താലാണ്. അതറിയാതെ ഒന്നുമില്ല, ഈശ്വരൻ അറിയാത്തതായിട്ടൊന്നുമില്ല. നമ്മൾക്ക് വേണമെങ്കിൽ അഭിമാനിക്കാം, ഇത് ഞാൻ ചെയ്തു, ഇതിൻ്റെ ഫലം എനിക്ക്. ഈ അഭിമാനം ഉള്ള കാലത്തോളം നമുക്ക് ക്ലേശങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നു ചേരുന്നു. വാസ്തവത്തിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ മറ്റുള്ളവരെ ഇത് അറിയാത്തവരെക്കാൾ വിപുലമായി അധികം കർമ്മങ്ങളെ ചെയ്യുന്നത് പുറമെന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ട്. ഈ പരമാത്മ തത്വത്തെ അറിയുന്ന ഒരാൾ ഞാനൊന്നും ചെയ്യുന്നില്ലെന്നറിഞ്ഞുകൊണ്ട്, ഞാനൊരു നിമിത്തമാണെന്നറിഞ്ഞുകൊണ്ട് അതിനെ സാക്ഷിയായി വീക്ഷിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? അവർക്ക് യാതൊരു കർമ്മങ്ങളും ഇല്ല, കർത്തൃത്വവും ഇല്ല, അതുകൊണ്ട് തന്നെ ഭോക്തൃത്വവും ഇല്ല. അവർ മുക്തന്മാരാണ്. എല്ലാം അവിടുന്ന് തന്നെ. എല്ലാ കാരണങ്ങളുടെയും കാരണത്വം ആ പരമാത്മാവിലാണ്. അപ്പൊ പരമാത്മാവാകുന്ന അധിഷ്ഠാനത്തിലാണ് എല്ലാ വ്യവഹാരങ്ങളും വർത്തിക്കുന്നത്. അതിനെയാണ് ഇവിടെ മുത്തുമാലയിൽ നൂൽച്ചരട് വ്യത്യസ്തങ്ങളായ മുത്തുകളെ കോർത്ത് ചേർത്ത് നിലനിർത്തുന്നത് പോലെ എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ സകല പ്രപഞ്ച വൈജാത്യങ്ങളെയും ചേർത്ത് കോർത്ത് നിലനിർത്തുന്നു. അതിന് ഇവിടെ എന്നർത്ഥം വരുന്നത് ഇതം സർവം എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതം സർവം. ഇതം സർവം എന്ന് പറയുമ്പോൾ ഇതം എന്നുള്ള ശബ്ദത്തിന് വലിയ അർത്ഥവ്യാപ്തിയാണുള്ളത്. ഏകാദശേന്ദ്രിയേർയുക്ത്യ ശാസ്ത്രേണാപ്യവഗമ്യതേ യാവത് കിഞ്ചിത് ഭവേദേതത് ഇതം ശബ്ദോദികം ജഗത്. 11 ഇന്ദ്രിയങ്ങളെ കൊണ്ടും, 11 ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, ചെവി, കണ്ണ്, നാക്ക്, മൂക്ക്, തൊക്ക്, വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്ന് 10 ഇന്ദ്രിയങ്ങളും ഒരു മനസ്സും ഇന്ദ്രിയാധ്യക്ഷനായ മനസ്സും ചേർന്ന് 11 ഇന്ദ്രിയങ്ങൾ. ഈ 11 ഇന്ദ്രിയങ്ങളെ കൊണ്ടും യുക്തി കൊണ്ടും, യുക്തിക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ആചാര്യന്മാർ. യുക്തിരഹിതമായത് അല്ല നമ്മൾ അറിയേണ്ടത്, യുക്തിപൂർവ്വം അറിയണം. യുക്തിയുക്തമുപാദേയം വചനം ബാലകാദപി അന്യൽ തൃണമിവത്യാജ്യം അപ്യുക്തം പത്മജന്മന എന്ന് യോഗവാസിഷ്ഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം യുക്തിയുക്തമായതൊരു കൊച്ചുകുട്ടി വന്ന് പറഞ്ഞാലും നമുക്കത് വിശ്വസിക്കാം. യുക്തിരഹിതമായത് സാക്ഷാത് ബ്രഹ്മാവ് തന്നെ ഇറങ്ങി വന്ന് പറഞ്ഞാലും തൃണമിവത്യാജ്യം, പുല്ലുപോലെ ഉപേക്ഷിക്കാനുള്ള ആ അനുവാദം, അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് യുക്തി കൊണ്ടും ശാസ്ത്രം കൊണ്ടും, ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഇരിക്കുന്നിടത്തു നിന്ന് നമ്മെ ഉയർത്തുന്നതാണ് ശാസ്ത്രം, താഴ്ത്തുന്നതൊന്നും ശാസ്ത്രമല്ല. അപ്പോൾ ഈ 3 കൊണ്ട് 11 ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നതും, അതുപോലെ തന്നെ യുക്തി കൊണ്ട് അറിയുന്നതും, ശാസ്ത്രം കൊണ്ട് അറിയുന്നതും, അതൊക്കെ ഈ ഇതം ശബ്ദത്താൽ അർത്ഥമാക്കി. അപ്പോൾ ഈ മനുഷ്യലോകം മാത്രമല്ല, ഇതം എന്ന് പറഞ്ഞാൽ അഖില ജഗത്തുകളും ഇതിൽ ഉൾപ്പെടും. സ്ഥാവര ജംഗമാത്മകമായ സകലവും എന്നിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? ഞാനുണ്ട്, നീയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ബ്രഹ്മാവുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഉണ്ട് എന്നുള്ള ഉണ്മയുണ്ട്. എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു തർക്കമാണ് ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പം ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒന്നിനെക്കുറിച്ച് മനുഷ്യന് പറയാൻ പറ്റില്ല. അപ്പം ഈശ്വരൻ ഉണ്ടോ എന്നുള്ള ചോദ്യം തന്നെ വ്യർത്ഥമാണ്. എല്ലാറ്റിലും ഉണ്ട് എന്ന് പറയുന്ന ആ ഉണ്മയുണ്ടല്ലോ, എല്ലാറ്റിനെയും ഉള്ളതാക്കി തീർക്കുന്ന ഉണ്മയുണ്ടല്ലോ, അതാണ് ഈശ്വരൻ. എനിക്ക് നാവുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന ആളെ പോലെയാ അത്. അപ്പം എനിക്ക് നാവുണ്ട് എന്ന് പറയണമെങ്കിലും ഇല്ലെന്ന് പറയണമെങ്കിലും എന്തുണ്ടായിരിക്കേണ്ടുന്നു? അത് നാവാണ്. ഇതുപോലെ ഈശ്വരൻ ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ഞാനുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ സർവത്തിലും ആ ഉണ്മയായി നിലകൊള്ളുന്ന അതാണ് ഇവിടെ സൂത്രാമണിഗണ ഇവ എന്നുള്ള അർത്ഥത്താൽ പറയപ്പെട്ടത്. ഇതിനെയാണ് അറിയേണ്ടത്. അസ്തിത്വം രണ്ടാമതൊന്നില്ലാത്തതാണ്, അത് ഏകമാണ്.
അപ്പം ഇവിടെ നൂലും മുത്തുകളും വിഭിന്നങ്ങളാണല്ലോ, ഈ സംശയം ആർക്കെങ്കിലും വരികയാണെങ്കിൽ അവിടെ അതിനെ ബോധിപ്പിക്കുകയാണ് അടുത്ത ശ്ലോകം കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചമഖിലവും പരമാത്മാവായ സത്യസ്വരൂപനിൽ കോർക്കപ്പെട്ടിരിക്കുന്നു എന്നതിന് ദൃഷ്ടാന്തമായി പറയപ്പെട്ട സൂത്രാമണിഗണ ഇവ എന്നുള്ള ദൃഷ്ടാന്തത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ ഒരു സംശയം വരും, നൂലും മുത്തുകളും വേറെയല്ലേ, അപ്പം ഈശ്വരൻ നിന്ന് ഭിന്നമായിട്ട് മറ്റൊന്നില്ലെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഈ സംശയത്തെ അവതരിപ്പിക്കുന്നുണ്ട്, തുടർന്ന് ചെയ്യുന്നത് അതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ വ്യക്തിയിലും 2 ഘടകങ്ങളുണ്ട്. അത് ജഡവും ചൈതന്യവുമാണ്. അപ്പം എന്നിലെ ചൈതന്യം മറ്റുള്ളവരിലെ ചൈതന്യവും വേറെ വേറെ അല്ലേ എന്ന് തോന്നാം. അപ്പം അതായത് ചൈതന്യം ദേഹം പ്രതി ഭിന്നമല്ലേ എന്ന്. അല്ല, എല്ലാ ദേഹങ്ങളിലും ഒരേ ആത്മാവാണ് കുടികൊള്ളുന്നത്, മാലയിൽ നൂലെന്ന പോലെ. എല്ലാറ്റിലും പൊതുഘടകമായി വർത്തിക്കുന്നതാണ് ആത്മാവ്. അപ്പൊ നൂലിൽ മണികൾ എന്ന പോലെ പരമാത്മാവിൽ സർവചരാചരങ്ങളും കോർക്കപ്പെട്ടിരിക്കുന്നു. പലതരത്തിലുള്ള മണികളെയും ഒന്നിച്ച് നിർത്തുന്നത് നൂലാണ്. എങ്കിലും നമുക്ക് ആ മണികളെ കാണാൻ പറ്റുള്ളൂ, അല്ലാതെ അവയ്ക്ക് ഉള്ളിലുള്ള നൂലിനെ നമുക്ക് പുറത്ത് കാണില്ല, അത് അദൃശ്യമാണ്. അപ്പൊ കുറേ മണികൾ അങ്ങനെ കൂട്ടിവെച്ചാൽ അവയ്ക്ക് പ്രത്യേകിച്ച് കാഴ്ച ഭംഗിയൊന്നുമില്ല. പക്ഷെ നൂലിൽ കോർത്തൊരു മാലയാകുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഈ ഈശ്വരൻ്റെ സൃഷ്ടികളിൽ വളരെ ഒരു അഘടിത ഘടന പടീയസീമായ ഈ മായയ്ക്കൊരു ഭംഗിയുണ്ട്. ഘടിക്കാത്തതിനെ മുഴുവൻ ഘടിപ്പിക്കുകയാണ് ആ മായയുടെ പണി. അപ്പം നാനാതരത്തിലുള്ള നാമരൂപങ്ങൾ നിറഞ്ഞതാണ് ഈ ജഗത്ത്. ആ വൈവിധ്യമാണ് അതിൻ്റെ പ്രത്യേകത. ആ ഒരു വ്യക്തിയിൽ തന്നെ ശരീരം, മനസ്സ്, ബുദ്ധി, ഇങ്ങനെ വിവിധ ഘടകങ്ങളുണ്ട്. അവയ്ക്കുള്ളിൽ അനസ്യൂതമായി പ്രവഹിക്കുന്ന, അവയെല്ലാം ഒന്നിച്ചു നിർത്തുന്ന പൊതുതത്വമാണ്, അതിനെയാണ് ജീവചൈതന്യം എന്ന് പറയും, ജീവാത്മാവ്. അപ്പം ആ ജീവാത്മാവിനെ അപേക്ഷിച്ച് അവിടെ ഒരു പരമാത്മാവ്, പരമേശ്വരൻ ഉണ്ട്. ആ ഉണ്മയെ അറിയൂ. ആ ഉണ്മയെ അറിഞ്ഞാൽ, അതിൻ്റെ മഹത്വം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വൈവിധ്യങ്ങളിലൊന്നും നമ്മൾ പെട്ടുപോവില്ല. ഈ വൈവിധ്യങ്ങൾക്കൊക്കെ ഒരു ഏകതയുണ്ട്. ഈ ഒരു ഭാവത്തെ കാണിക്കുകയാണ് ആ പരമാത്മാവിൻ്റെ സർവാധാരത്വവും സർവവ്യാപകത്വവും അതിലൂടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്.